എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കുന്നംകുളം, തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു സംഭവം. അതായത് ഒരു അമ്പലത്തിലെ ശാന്തിയായിട്ടുള്ളൊരു വ്യക്തിയെ ഒരു കാര്യം എന്തുകൊണ്ടാണ് സാർ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചതിൻ്റെ പേരിൽ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ആ ലോക്കപ്പിൽ ഇട്ടുകൊണ്ട് കൊടിയ മർദ്ദനം അദ്ദേഹത്തിന് നൽകുകയും പിന്നീട് അതിനുശേഷം അദ്ദേഹത്തിനെ വിടുകയും ചെയ്തൊരു കാര്യമായിരുന്നു സംഭവിച്ചിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്? ആ വ്യക്തി, ആ പോലീസുകാർ ചെയ്ത കാര്യങ്ങളെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലും അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണെന്ന് അറിഞ്ഞതിൻ്റെ പേരിലും പോലീസുകാർ കാണിച്ചു കൂട്ടിയ ഒരു തന്തയില്ലായ്മയായിരുന്നു അവിടെ നടന്നത്, അല്ലേ? അപ്പോൾ പോലീസുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കാക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് തോന്നിവാസവും കാണിക്കാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇന്നത്തെ കേരള പോലീസ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇതിൽ നല്ല കുറേ പോലീസുകാരുണ്ട്, ഞാൻ അവരെ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചവന്മാരാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പരിപാടികൾ കാണിച്ചിട്ട് വീട്ടിൽ പോയി സുഖമായിട്ടിരിക്കാൻ ഇവന്മാർക്ക് എങ്ങനെ സാധിച്ചു? അതായത് 2023 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം അരങ്ങേറുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പറയുന്ന പോലീസുകാരോട് ഒരു കാര്യം ചോദ്യം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ആ ഒരു വ്യക്തിയെ ലോക്കപ്പിൽ കൊണ്ടുപോവുകയും അവിടുത്തെ പോലീസുകാർ, SI, അവിടുത്തെ പോലീസ് CPO എല്ലാവരും കൂടി മർദ്ദിക്കുകയാണ് ചെയ്തത്. 4 പേരടങ്ങുന്ന സംഘമാണ് ഇവരെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. അതും ക്യാമറ ഉള്ളതിന്റെ മുൻപിൽ വെച്ചാണ് മർദ്ദിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ അവന്മാർ ചെയ്തു? കാരണം ഇവന്മാർക്ക് ഒരു കോപ്പും വരാൻ പോകുന്നില്ല, അവന്മാർക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അവന്മാരെ ചെയ്തത്. ക്യാമറ ഉണ്ടെങ്കിലും എന്ത് തേങ്ങ ഉണ്ടെങ്കിലും എനിക്കൊരു കോപ്പും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്കെതിരെ ആരും ഒന്നും സംസാരിക്കാൻ വരില്ല, എനിക്ക് സപ്പോർട്ട് തരുന്ന ഒരു സർക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഞങ്ങൾക്ക് സപ്പോർട്ടാണെന്ന് പറയുന്ന രീതിയിലാണ് ഇവന്മാർ പ്രവർത്തിച്ചത്. 2023 നടന്നൊരു സംഭവം, ഇദ്ദേഹം ഒരു പ്രതിനിധി ആയതുകൊണ്ട്, രാഷ്ട്രീയ പ്രതിനിധി ആയതുകൊണ്ട് ഈ ഒരു കേസ് വെളിച്ചത്ത് വന്നു. ഇതേപോലെ എത്ര കേസുകൾ കാണും പുറത്തു വരാൻ പറ്റാതെ, അല്ലെങ്കിൽ പുറത്തു വരാതെ കിടക്കുന്നത്. പ്രതികളെന്ന് പറഞ്ഞുകൊണ്ട് പയ്യന്മാരെ പിടിച്ചകത്തുകൊണ്ട് ലോക്കപ്പിലിട്ട് ഇടിച്ച് മർദ്ദിച്ചതിന് ശേഷം കള്ളക്കേസുകൾ അവരുടെ തലയിലേക്ക് ചുമത്തി കൊടുത്തിട്ടുള്ള എത്ര കേസുകൾ കാണും. ഇതൊരു രാഷ്ട്രീയ പ്രതിനിധിയോ പിടിപാടുള്ളവനോ ആയതുകൊണ്ട് ഈ ഒരു കേസ് പുറത്തു വന്നു. ഇതിനെപ്പോലെ തന്നെ എത്ര കേസുകൾ നമ്മുടെ ഈ പറയുന്ന സമൂഹത്തിൽ അരങ്ങേറിയിട്ടുണ്ടാവും. എത്ര സംഭവങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ വീണ്ടും ഉണ്ടാവുന്നുണ്ടാവും. ഇപ്പോൾ ഈ 2023 നടന്നാണെങ്കിൽ 2023 ശേഷം എത്ര സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലീസുകാർ ഈ പരിപാടി ചെയ്യാനായിട്ട് യുവമാർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണോ നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത്? അത് തന്നെയാണല്ലേ സത്യം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പോലീസുകാർ ഈ പാവം പിടിച്ച നിരപരാധികളുടെ മേൽ മെക്കെട്ട് കയറുന്ന പരിപാടി, ഈ കൊലപാതകികളുടെയും കുഞ്ഞുങ്ങൾക്ക് മേൽ ലൈംഗിക അതിക്രമവും കുഞ്ഞുങ്ങളുടെ മേൽ വലിയ രീതിയിലുള്ള അക്രമവും അഴിച്ചുവിടുന്നവന്മാർക്ക് നേരെ ആയിരുന്നെങ്കിൽ എന്ന് ഈ നാട് സുന്ദരമായേനെ, അല്ലേ? ഈ കേരളം എന്ന് പറയുന്ന ഒരു നാട് എത്ര മനോഹരമായേനെയും. എത്ര കുഞ്ഞുങ്ങൾ ഈ പറയുന്ന റേപ്പിന് ഇരയാക്കപ്പെട്ട് മരിക്കേണ്ടി വരില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെയും എന്നാൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ദുർബലനായിട്ടൊരു വ്യക്തിയെ പിടിച്ചിട്ട് മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ എന്താണത്തമാണ് നിനക്കൊക്കെ തോന്നിയിട്ടുള്ളത്? നിനക്കൊക്കെ നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ ഈ നാട്ടിൽ കൊള്ളരുതായ്മകൾ ചെയ്യുന്നവന്മാർക്കെതിരെ വേണമായിരുന്നു സംസാരിക്കാൻ, അല്ലെങ്കിൽ അവന്മാർക്കെതിരെ വേണമായിരുന്നു നിങ്ങളുടെയൊക്കെ മുഷ്ടി ചുരുട്ടാനായിട്ട്. ഏതെങ്കിലും ഒരു വഴിയിൽ കൂടി പോകുന്ന അയ്യോ ഭാവിയോ വിളിച്ചിട്ട് നിങ്ങൾ പിടിച്ചിട്ട് ഇടിക്കുന്നതിലല്ല ധൈര്യം അല്ലെങ്കിൽ ആണത്തം എന്നുള്ളൊരു സാധനം ഉള്ളത്. പ്രതികളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് സ്വന്തം മകനെ പോലെയും അച്ഛനെ പോലെയും കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഈ ചെന്താമരയുടെ വിഷയത്തിൽ നെന്മാറ പോലീസുകാർ അങ്ങനെയാണല്ലോ ചെയ്തത്, അതൊക്കെ നിങ്ങൾക്കറിയാം. അതേസമയം ഒരു കുഞ്ഞിനെതിരെ ഒരു അതിക്രമം നടത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്നവന്മാരെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ പൂമാലയിട്ട് സ്വീകരിക്കും. അതാണ് നമ്മുടെ നാട്ടിലെ നീതി, നമ്മുടെ നാട്ടിലെ പോലീസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് നിങ്ങൾ മാറിയതല്ല, നിങ്ങളെ മാറ്റിയതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ അത് മാറി വേറെ രീതിയിലേക്ക് ചിന്തിക്കണമെന്നുണ്ടാകും. പക്ഷേ നിങ്ങളെ ആ രീതിയിലേക്ക് മാറ്റാനായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന ആളുകൾ സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. പോലീസുകാരെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം ഇടി കൊടുക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് വേണം, ആവശ്യമെങ്കിൽ അത് ആവശ്യം തന്നെയാണ്, ആവശ്യമെങ്കിൽ മാത്രം. ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് ഒരു പാവം പിടിച്ചവനെ പിടിച്ചുകൊണ്ട് ലോക്കപ്പിലിട്ട് ഇടിക്കുന്നത്? അതും ക്യാമറയുടെ മുൻപിലിട്ടാണ് ഇടിക്കുന്നത്. ക്യാമറ ഉള്ള സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് ഏതൊക്കെ രീതിയിൽ ഇവന്മാർ മർദ്ദിച്ചിട്ടുണ്ടാവും? അത് തന്നെയാണ് ആ മർദ്ദനമേറ്റ ആളും പറയുന്നത്. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ കാലിൽ ഒരുപാട് അടിയടിച്ച് 45 തവണയോളം അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഈ സംഭവം 2023 നടന്നതിന് ശേഷം ആരും ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ പറയുകയോ ഈ പറയുന്ന ഈ പാർട്ടിക്കാരൻ ഇതിനെപ്പറ്റിയുള്ള സംഭവങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും വിഷയങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ആരും ഇതിനെതിരെ ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ആരും ഇതിനെതിരെ സംസാരിക്കാനോ പോയിട്ടില്ല. എന്നാൽ 2023 ശേഷം 2025 ആയപ്പോഴത്തേക്കും ഈ തെളിവുകളെല്ലാം ഇവർക്ക് കിട്ടി, CCTV ഫൂട്ടേജ് എല്ലാം കിട്ടി. ആദ്യം ഇത് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് CCTV ഫൂട്ടേജ് എങ്ങുമില്ല, എല്ലാ സ്റ്റേഷനിലെ ഫൂട്ടേജ് എല്ലാം നഷ്ടമായെന്നാണ് പറഞ്ഞത്. എന്നിരുന്നാൽ തന്നെ അവരുടെ ഹോൾഡ് ഉള്ളതുകൊണ്ട് അവർക്ക് ആ ഫൂട്ടേജുകൾ കിട്ടി. അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന പ്രതികളെന്ന് പറയപ്പെടുന്ന പോലീസുകാർ കാക്കിയിട്ട നരാധകന്മാർക്കെതിരെ കേസെടുക്കാനായിട്ട് സാധിച്ചു. എന്നാൽ ഇവന്മാർക്കെതിരെ നിലകൊണ്ടിരിക്കുന്ന നിലപാട് എന്താണ്, അല്ലെ നടപടി എന്താണ്? അവന്മാർക്ക് സസ്പെൻഷൻ, 4 മാസത്തേക്ക് സസ്പെൻഷൻ അല്ലെങ്കിൽ 6 മാസത്തെ സസ്പെൻഷൻ. എന്താണ് ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സസ്പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ യുവമാർ കൊടുത്ത ആ ഒരു അടിയുടെ അല്ലെങ്കിൽ ആ യുവാവിനേറ്റ മർദ്ദനത്തിന് എന്തെങ്കിലും പരിഹാരമാകുമോ? ഇല്ല. ആ യുവാവ് തന്നെ പറയുന്നുണ്ട്, ഈ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ അവരെ പിരിച്ചുവിടണം, അവരെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം, അവർ ഈ സർവീസിലിരിക്കാൻ യോഗ്യരല്ല എന്ന് പറയുന്നുണ്ട്. കാരണം
എല്ലാ തന്തയില്ലായ്മയ്ക്കും കൂട്ടി നിൽക്കുന്ന ഒരു പോലീസുകാർ ഈ ഒരു വിഷയം വന്നപ്പോൾ മാത്രം ആ പയ്യനെ പിടിച്ചിട്ട് ഇടിക്കേണ്ട ഒരു ചേതവികാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഗതി അവർക്ക് എവിടുന്ന് വന്നു? ആ ഒരു മനോഗതിയല്ലേ ചോദ്യം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മുഷ്ടി ചുരുട്ടുക, പാവങ്ങളുടെ നേരെ മുഷ്ടി ചുരുട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതിനെതിരെ വേണ്ടേ ചോദ്യം ചെയ്യാനായിട്ട്? ഇതൊന്നും നമ്മുടെ നാട്ടിൽ നാഥനില്ല കളരി പോലെ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം ഞാൻ ഇന്ന് കണ്ട് വേറൊരു വാർത്തയാണ്. അതായത് കുന്നംകുളം പോലീസുകാരുടെ മർദ്ദനത്തിൽ ഇരയാക്കപ്പെട്ട യുവാവിനെ പോലെ തന്നെ വേറൊരാൾക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് അയാൾക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ 50,000 രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പണം നൽകാനായിട്ട് SI ആവശ്യപ്പെട്ടിട്ട് അത് നൽകിയില്ലെങ്കിൽ പോക്സോ കേസിൽ പിടിച്ച് അകത്താക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം കുന്നംകുളം കേസിൽ ഈ പറയുന്ന പ്രതികൾക്ക് നേരെ, ഈ പോലീസിന്റെ കാക്കിയിട്ടിട്ടുള്ള കുറ്റവാളികൾക്ക് നേരെ അല്ലെങ്കിൽ കൊലപാതകികൾക്ക് നേരെ വലിയ പ്രക്ഷോഭമാണ് കോൺഗ്രസ് അയച്ചുവിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ DYFIയിലായിരുന്നു സംഭവിച്ചതെങ്കിൽ DYFIയിലുള്ള ഒരുത്തന്മാരും അവന്മാരെ വീട്ടിൽ പോലും ഇരുത്തില്ല എന്നുള്ളത് നമുക്ക് സത്യമായിട്ട് അറിയാം അല്ലേ? അത് കാരണം അവന്മാരുടെ വീട്ടിൽ കയറി വെട്ടിക്കളയും, അങ്ങനത്തെ ടീംസാണ്. ഇത് കോൺഗ്രസ്സിലായതുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഞാൻ വേറൊരു വാർത്ത കണ്ടത്, ഈ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുമ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ള ഒരു അണിയെ തന്നെ പോലീസുകാർ മർദ്ദിച്ച് മോശമാക്കി അല്ല അവശനാക്കി വിട്ടതിന് ശേഷവും ഈ കേസ് തെളിഞ്ഞു, പോലീസുകാരുടെ ഭാഗത്ത് തെറ്റണം തെളിഞ്ഞതിന് ശേഷം ഈ VD സതീശൻ ഈ ഓണസദ്യ കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ്. എവിടെയാണ്? മുഖ്യമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിയുടെ ഒരു ചടങ്ങിലേക്ക്. അവിടെ പോയിട്ട് ഓണസദ്യയും കഴിച്ചിട്ട് നീണ്ട ഏമ്പൊക്കം വിട്ടുകൊണ്ട് പുള്ളി തിരിച്ചുപോയി. അതിന് സുധാകരൻ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഞാനായിരുന്നെങ്കിൽ ഈ ഒരു സദ്യ കഴിക്കാനായിട്ട് പോകില്ലായിരുന്നു. നാണമില്ലാത്ത രീതിയിൽ നമ്മുടെ ഒരു നേതാവിനെ തല്ലി മർദ്ദിച്ചിട്ടതിന് ശേഷം ഈ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് പോയത് അത്രയും നല്ല പ്രവൃത്തിയല്ല, നാണക്കെട്ട പരിപാടിയാണെന്നുള്ളത് സുധാകരൻ പറഞ്ഞു. അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ്. അദ്ദേഹം നല്ല രീതിയിൽ വ്യക്തമായിട്ടുള്ള മറുപടി അതിന് നമ്മുടെ VD സതീശന് കൊടുത്തു. ഞാൻ ഈ VD സതീശന്റെ വിഷയം മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മുന്നേ നിന്നിരുന്നത് ഈ പറയുന്ന VD സതീശനായിരുന്നു. എന്താണ് അവരുടെ ഉള്ളിലെ ഉദ്ദേശം? അവർക്ക് രാഷ്ട്രീയത്തിലല്ല, അവർക്ക് പാർട്ടിയിൽ ഒരു പിടിപാട് വേണം, അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയത്തിൽ കയറി നിൽക്കാൻ പറ്റണം, അവരായിരിക്കണം ഇനിയത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നേതാവ് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് CM01 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വണ്ടിയുടെ നമ്പറൊക്കെ എഡിറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന ഈ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയിട്ട് സ്ഥാനമോഹത്തിൻ്റെ പേരിൽ പാവം പിടിച്ച പയ്യന്മാരെ ഇരകളാക്കുക, അല്ലെങ്കിൽ പാവം പിടിച്ച പയ്യന്മാരെ അടിച്ചമർത്തുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പരിപാടികളാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കന്മാരും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോലീസുകാരുടെ വിഷയത്തിൽ ഇപ്പോൾ ഇവർ വലിയ പ്രക്ഷോഭമായിട്ട് വന്നിട്ടുണ്ട്. ആ പ്രക്ഷോഭത്തിൽ പോലീസിനെ മർദ്ദിച്ച അല്ലെങ്കിൽ ഇവരെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണം, സർവീസിൽ അവരെ ഇരുത്താൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. കുന്നംകുളം സ്റ്റേഷനിലെ മർദ്ദനത്തിൽ സസ്പെൻഷന് പിന്നാലെ പോലീസുകാർക്കെതിരെ തുടർ നടപടികളിലേക്ക് കടക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടിയാണ് പരിശോധിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ഉത്തരമേഖല IG നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന്റെ റിപ്പോർട്ട്, സംസ്ഥാന പോലീസ് മേധാവി രവാള ചന്ദ്രശേഖരന് ലഭിച്ച നിയമോപദേശം ഇവ രണ്ടും പരിശോധിച്ച ശേഷമാണ് കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനമെടുത്തത്. 3 പോലീസുകാരുടെ 2 വർഷത്തെ ശമ്പള വർധനവ് തടഞ്ഞത് നാമമാത്രമായ ശിക്ഷാ നടപടി എന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. തരം താഴ്ത്തലോ പിരിച്ചുവിടലോ പ്രതീക്ഷിക്കാം. ഇതിന്റെ ഭാഗമായി പോലീസുകാർക്ക് നോട്ടീസ് നൽകും. മറുപടി പരിശോധിച്ച ശേഷമാകും തുടർ നടപടി സ്വീകരിക്കുക. പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കണമെന്നാണ് സുജിത്ത് ആവശ്യപ്പെടുന്നത്. ഇവരെ പുറത്താക്കുന്നതുവരെ പ്രക്ഷോഭം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കുന്നംകുളം സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന സുഹൈറും മർദ്ദിച്ചു എന്നാണ് സുജിത്ത് ആരോപിക്കുന്നത്. പോലീസിൽ നിന്ന് രാജിവെച്ച സുഹൈർ ഇപ്പോൾ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ VEO ആണ്. സുഹൈറിനെയും ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് സുജിത്തിന്റെ ആവശ്യം. ആ മർദ്ദനമേറ്റ ആളാണ് സുജിത്ത്. അയാൾ പറയുന്നത് ഇവരെ എല്ലാവരെയും പിരിച്ചുവിടണമെന്നാണ്. അത് തന്നെയാണ് സത്യം. ഇപ്പോൾ ഇതിൽ നിന്നൊരു ഡ്രൈവറായിട്ടുണ്ടായിരുന്നവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ജോലിക്ക് കയറുന്നതാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും മാനം മര്യാദയ്ക്ക് യുവമാരെ പണിയെടുക്കാൻ അനുവദിക്കരുത്. ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, യുവാവിനെ പിടിച്ചിട്ട് മർദ്ദിക്കുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ ആ യുവാവിനെ എന്തൊരു രീതിയിലാണ് യുവമാരെ മർദ്ദിക്കുന്നത്, എന്ത് അധികാരമാണ് യുവമാർക്കുള്ളത്. ഒരാളുടെ മേലെ അയാൾ പ്രതിയാണെന്ന് അറിയുന്നത് വരെ, അല്ലെ കോടതി അത് സമ്മതിക്കുന്നത് വരെയും അയാളെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇനി ആണെന്ന് സമ്മതിച്ചാലും പോലീസുകാർക്ക് യാതൊരു അധികാരവും ഇല്ല അവരെ മർദ്ദിക്കാനായിട്ട്. ഇത് കസ്റ്റഡിയിൽ കൊണ്ടുപോയിട്ട് ഒരുമാതിരി 3-ാം മുറ 4-ാം മുറ എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടി എടുക്കുകയാണ്. എന്ത് തെറ്റാണ് അയാൾ ചെയ്തത്? നിങ്ങൾ കാണിച്ച തന്തയില്ലായ്മ ചോദ്യം ചെയ്താണോ അയാൾ ചെയ്ത തെറ്റ്? നിങ്ങൾ എത്ര പ്രതികളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, നമ്മളെല്ലാവരും കാണുന്നില്ല, ദിനം പ്രതി നമ്മൾ കാണുകയാണ്. ഓരോ സംഭവങ്ങൾ ഓരോ സ്ഥലത്തുണ്ടാകുമ്പോഴും നമ്മളൊക്കെ മനസ്സിൽ വിചാരിച്ചത് പോലീസുകാർ ഇവരെ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിലെന്നാണ്. കാരണം പോലീസുകാർക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല, നമുക്കറിയാം. ആ നാട്ടുകാരെങ്കിലും നിയമം കയ്യിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇവന്മാർക്ക് ഈ കുടുംബത്തിന് നീതി കിട്ടട്ടെ, അവന്മാരെ മർദ്ദിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കേണ്ടി വരുന്നത്? പോലീസുകാർ വെറും നോക്കുകുത്തികളായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. പോലീസുകാർ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്രയോ പേർക്ക് എത്രയോ സുന്ദരമായിട്ടുള്ളൊരു സമൂഹം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്രയോ സ്വൈര്യമായിട്ടുള്ള ജീവിതം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. എന്നാൽ ഇതൊന്നും അല്ല പോലീസിൻ്റെ ലക്ഷ്യം. പോലീസിന് പണം എവിടുന്ന് കിട്ടുന്നുവോ ആ പണത്തിൻ്റെ പിന്നാലെ ഓടുക, ഈ പണം കൂടുതൽ കൊടുക്കുന്ന ആളുകളുടെ ഈ പൃഷ്ഠം താങ്ങി നടക്കുക, ഇവർക്ക് നേതാക്കന്മാരുടെ പൃഷ്ഠം താങ്ങി നടക്കുക, ഇതൊക്കെയാണ് പോലീസിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ കൊള്ളരുതായ്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന ഒരൊറ്റ നല്ല പോലീസുകാരെ പോലും ഞാൻ കാണുന്നില്ല.
നല്ല പോലീസുകാർ കുറേ എടുത്തുണ്ടെങ്കിലും ഇവരാരും ഈ പറയുന്ന ഇങ്ങനത്തെ കേസുകൾ ഇൻവോൾവ് ആകുന്നതെല്ലാം ഈ കൊള്ളരുതായ്മകൾക്ക് കൂട്ടു നിൽക്കുന്ന പോലീസുകാരാണ്. അതാണ് ഏറ്റവും വലിയ വസ്തുത. നല്ല നല്ല പോലീസുകാരായാലും ഇങ്ങനത്തെ കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ പോകും നമുക്കറിയാം. പക്ഷേ ഏതൊരു കേസാണെങ്കിലും പോലീസുകാരായിൽ പോയാലും പോലീസുകാർക്ക് അതിലൊരു തീരുമാനം എടുക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രതിനിധികളുടെ കൈകടത്തൽ കൊണ്ടാണ്. നമ്മളൊരു കേസ് കൊടുത്താൽ പോലും രാഷ്ട്രീയ പ്രതിനിധികൾ ചെന്നിട്ട് സാറേ അങ്ങനെയല്ല സാറേ ഇങ്ങനെയാണ് ഈ വിഷയം ഒത്തുതീർപ്പാക്കണം, നിങ്ങൾക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തുതീർപ്പാക്കിയാൽ ഇത് വലിയ പ്രശ്നമാണ്, പാർട്ടിക്കാർ ഇടപെട്ട കേസാണെന്ന് പറയും. അപ്പോൾ പോലീസുകാർ എന്ത് ചെയ്യണം? പോലീസുകാർക്ക് ഈ പറയുന്ന പാർട്ടികളുടെ കൂടെ നിന്നേ പറ്റുള്ളൂ. അങ്ങനത്തെ പരിപാടി ഈ നാട്ടിൽ നിന്ന് മാറ്റണം. അതായത് ഒരു പാർട്ടിയുടെ ആസനം താങ്ങിയായിട്ട് നിൽക്കുന്ന പോലീസുകാരുടെ ഒരു സംവിധാനം ഇവിടുന്ന് മാറ്റണം. പോലീസുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ സാധിക്കണം. ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആർമിയിൽ എങ്ങനെയാണ് ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആർമിയിലുള്ള ആളുകൾക്ക് കയറി അടിക്കാനോ അല്ല കയറി പ്രതികരിക്കാനോ സാധിക്കും എന്ന് പറയുന്ന പോലെ ആയിരിക്കണം. ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പോലീസുകാർക്ക് എന്തും ചെയ്യാൻ പറ്റണം. അല്ലാതെ പിന്നീട് ആ അറിയിപ്പിന് ശേഷം പാർട്ടിക്കാർ വന്നിട്ട് ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവന്മാരെ പിടിച്ച് ചേർത്ത് നിർത്തുന്ന ആ ഒരു നയം അതത്ര നല്ലൊരു പരിപാടിയല്ല. പോലീസുകാർക്ക് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണം. പോലീസുകാർ ഒരു നല്ലൊരു വർക്കിംഗ് കൾച്ചർ ഉണ്ടാക്കി കൊടുക്കണം. ഏതൊരു പാർട്ടിയുടെയും അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് മാറരുത് പോലീസുകാർ. സത്യത്തിന്റെ നീതിയുടെ ഒപ്പം നിലകൊള്ളണം. എന്നാൽ ഇവിടെ കുന്നംകുളത്തെ പോലീസുകാർ ചെയ്തിരിക്കുന്ന സത്യത്തിന്റെ നീതിയുടെ ഒപ്പമല്ല അവന്മാരെ നിലകൊണ്ടിരിക്കുന്നത്. അവന്മാർ കൊള്ളരുതായ്മയുടെ കൂടെയാണ് നിലകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവന്മാരെ പിരിച്ചുവിടുക തന്നെ വേണം. അവന്മാർ ഇനി സർവീസിലിരിക്കാൻ അനുവദിക്കരുത്. ഇനി പോലീസിന്റെ യൂണിഫോം അവന്മാർ ഗവൺമെന്റിൽ ഒരു ജോലിയും ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഇങ്ങനെയുള്ളവന്മാർ ഏതൊരു പോലീസ് സ്റ്റേഷനിലുണ്ടെങ്കിലും അവന്മാരെല്ലാം പിരിച്ചുകൊണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.